ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഖിൽ സാർ എന്നെ സ്നേഹിച്ചിരുന്നത് പോലെ അത്രയും ആഴത്തിൽ നമ്മുടെ മോളെ സ്നേഹിക്കാൻ അവൾക്കിപ്പോ ഒരു തുണയായി. അഖിൽ സാറിന്റെ ആത്മാവും കൃഷ്ണന്റെ കടാക്ഷവും നമ്മുടെ മോളെ അനുഗ്രഹിച്ചു. അവളെക്കുറിച്ചുള്ള എന്റെ പേടി കുറേ കുറഞ്ഞു. പക്ഷെ എനിക്ക് ഇനി എന്റെ മോക്ക് വേണ്ടി ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ. ആ കടമകളൊക്കെ പൂർത്തിയായ ഞാനും അഖിൽ സാറിന്റെ അടുത്തേക്ക് എത്തും. അതെ, ഈ മരിച്ചു പോയ ആളുകൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നതാണോ അതോ മരിച്ചങ്ങോട്ട് ചെല്ലുന്നതാണോ ഇഷ്ടം? നിയമപുസ്തകത്തിന്റെ കൂട്ടത്തില് ഞാനും കുറെ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. സ്വർഗത്തിലിരിക്കുന്ന ആത്മാക്കൾക്ക് ഇഷ്ടം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവര് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ്. അങ്ങനെയല്ലേ? അപ്പൊ ചെറിയച്ഛൻ എന്താ ആഗ്രഹിക്കുന്നത്? ചെറിയമ്മ മോളുടെ സന്തോഷം കണ്ട് അവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ലാളിച്ച് ജീവിച്ചിരിക്കുന്നതല്ലേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മോളെ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ അത് മനസ്സിലാവാറില്ലല്ലോ. അറിവുള്ള കുട്ടിയായി പറയുന്നേ. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായ പോകുന്നതുകൊണ്ട് എന്താ മോളെ? രാധിക മോളെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട ഞാൻ സന്തോഷത്തോടെ തന്നെ കണ്ണടയ്ക്കും. എന്നാ അങ്ങനെ വേണ്ട. ഗായിക ശ്യാമ കുറെ കാലം കൂടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവണം. കുറെ പേര് മാതൃകയാക്കി കൊണ്ടടക്കുന്ന ആളാണ്. അവരെയൊക്കെ അനാഥരാക്കിക്കൊണ്ട് അങ്ങ് പോകരുത്. മാത്രമല്ല, രാധികയുടെ കല്യാണം കഴിഞ്ഞതാണോ ഇത്ര വലിയ കാര്യം? അതിനേക്കാൾ വലുതല്ലേ അമ്മയും മോളും തമ്മിലുള്ള തിരിച്ചറിവ്? ഞാനാണ് നിന്റെ അമ്മയെന്ന് അവളോട് പറയണ്ടേ? അവൾ അത് അംഗീകരിക്കണ്ടേ? വേണ്ടേ ചെറിയമ്മേ? വേണം. ചെറിയച്ഛനോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം. പക്ഷെ ചെറിയമ്മയും രാധികയും നേർക്ക് നേരെ നിന്ന് അവൾ ചെറിയമ്മയെ അമ്മയെന്ന് വിളിക്കുന്ന ആ നിമിഷം ഉണ്ടല്ലോ, അതെനിക്ക് കാണണം. ചെറിയമ്മയുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് കാണണം. താങ്ക് യു. നന്നായിട്ട് ആശ്വസിപ്പിക്കാൻ അറിയാം നിനക്ക്. ചെറിയേ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായല്ലോ. ഓ, ഇനിയിപ്പോ മണവാട്ടി ഇങ്ങോട്ട് ആനയിക്കണ്ടേ? വേണം.